Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്റർ ആയുള്ള 1144ന്റെ വളരെ 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 ബ്രീഫായിട്ടുള്ള സ്പോയിലേഴ്സ് ആണ്. നമുക്ക് നോർമലി കിട്ടുന്ന സ്പോയിലേഴ്സിന്റെ അത്രയും പോലും ഇന്നത്തെ ഒരു സ്പോയിലർ ഇല്ല. അതുകൊണ്ട് വളരെ ചെറുതായിരിക്കും, ഏകദേശം 5-6 പോയിന്റ് മാത്രമേ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ എൻ്റെ വീടിന്റെ പുറത്ത് നല്ല മഴയാണ്. നല്ല മഴ എന്ന് വെച്ചാൽ നന്നായിട്ട് പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല നോയ്സും ഇതിൻ്റെ അകത്ത് കയറി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ആ കാര്യം നിങ്ങൾ എന്തായാലും ഒന്ന് ക്ഷമിച്ചേക്കുക. പിന്നെ വീക്കിലി ഇതുപോലത്തെ സ്പോയിലർ മാങ്ക എക്സ്പ്ലനേഷൻ ഒക്കെ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ 1144 കാറോ പേജിന്റെ അകത്ത് നമ്മുടെ യാമറ്റോ ഹൂഹുവിന്റെ ക്രൂവിനെ ഫുള്ളി ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ജയൻസ് ഉണ്ടല്ലോ, അവർ നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ ഡ്രീം മോൺസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവർ അത്രയധികം പവർഫുൾ ആയിരുന്നു. പിന്നെ അടുത്ത പോയിന്റ് നമ്മുടെ കൊളോനെ പറ്റിയാണ്. പുള്ളിക്കാരൻ നൈസ് അവിടെ നിന്ന് മുങ്ങിയിട്ട് ഒരു ബോട്ട് ഒപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് നമ്മുടെ ജിംബേനെ, ബ്രോക്കിനെ, ഉസോപ്പിനെ, നാമിനെ ഈ ഫൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാണിക്കുന്നത് നമ്മുടെ റിപ്ലിനെ, ഫ്രാങ്കിനെയാണ്. റിപ്ലി ആയിട്ട് നമ്മുടെ ഫ്രാങ്കി ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു വലിയൊരു റോബോട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ എംത്തിലെ പുള്ളിക്കാരനെ പോലെ തന്നെ. ഈ ഒരു പർട്ടിക്കുലർ റോബോട്ട് കഴിഞ്ഞ 3000 വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ കിടക്കുന്നതാണ്. അടുത്ത പോയിന്റ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നമ്മുടെ ഗുങ്കു ഉണ്ടല്ലോ, ഹോളി നൈറ്റ്സിലെ പുള്ളിക്കാരി നമ്മുടെ ബ്രോക്കിന്റെ ഹ്യൂജ് ഫാനാണ്. ബ്രോക്കിന്റെ പാട്ടുകളൊക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കരധികം ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഡോറിനെയും ബ്രോക്കിനെയും കാണിക്കുന്നുണ്ട്. അവരടിച്ച് നല്ല പാമ്പായിട്ടിരിക്കുവാണ്. എന്നിട്ട് അവരവരുടെ ഷിപ്പിൽ കയറിയിട്ട് ഒരു അറ്റാക്കും ചെയ്യുന്നുണ്ട്. പക്ഷേ ഡ്രങ്കണായിട്ട് കൂടി ആ ഒരു അറ്റാക്ക് ഇഷ്ടംപോലെ മോൺസ്റ്റേഴ്സിനെ ഒരു സ്ട്രൈക്കിൽ തന്നെ ഡിഫീറ്റ് ചെയ്യും. ഇനി ചാപ്റ്റർ അവസാനിക്കാൻ നേരത്ത് നമ്മുടെ ഗബാനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവസാനം അവരെല്ലാവരും ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്പോയിലേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ ആ ചാപ്റ്റർ ഒരിക്കലും തന്നെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല ഇത് 100% ആക്യുറേറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാകും. എന്തായാലും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട.